സെക്കൻഡ് ഇയർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിൻ്റെ എക്സാമിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. കുറച്ച് വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ടെക്സ്റ്റിലുള്ള എല്ലാ ടോപ്പിക്സും നോക്കിയിട്ട് വേണം പോകാൻ. പക്ഷേ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് നോക്കേണ്ട ടോപ്പിക്സാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ ബിൽഡിംഗ് പ്ലാന് വരച്ചിട്ട് അതിൻ്റെ സെക്ഷൻ എലിവേഷൻ എല്ലാം ചെയ്യാനുള്ളത്. അപ്പോൾ അത് പഠിക്കാണ്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. ഓട്ടോ കാഡിലായിരിക്കും ചെയ്യാനുണ്ടാവുക. ചില സമയത്ത് ഡിസൈൻ ചെയ്ത് വരയ്ക്കാനാവും ഏരിയ തന്നിട്ട്, ചില സമയത്ത് ലൈൻ സ്കെച്ച് തന്നിട്ട് നമ്മളത് വെച്ചിട്ട് പ്ലാൻ ഡെവലപ്പ് ചെയ്തതിന് ശേഷം വരയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ വന്നാലും നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓട്ടോ കാഡിലായിരിക്കും വരയ്ക്കാനുണ്ടാവുന്നത്. അപ്പോൾ ആ കാര്യം എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. കഴിഞ്ഞ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സോൾവ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലും ഈ സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ ഇത് തന്നെയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് RCC ബീമിലും സ്ലാബിലും ഒക്കെയുള്ള റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്ന പോർഷനാണ് ഇത്. ബീമിലും അതുപോലെ തന്നെ സ്ലാബിലും ഉള്ളതുണ്ട്. സിംഗിൾ റെയിൻഫോഴ്സ്ഡ് സ്ലാബും ഡബിൾ റെയിൻഫോഴ്സ്ഡ് സ്ലാബും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലെല്ലാം ഈ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ വരയ്ക്കാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഈ പോർഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് സ്ലാബിലും ബീമിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതിൻ്റെ ഇമേജ് നോക്കി കമ്പികളുടെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിച്ചതായിരിക്കും. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണേ. നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് ഡയഗ്രാം ഓഫ് വാട്ടർ സപ്ലൈ കണക്ഷൻ സ്കീമാണ്. ഇതും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. ഇനി വെറൈറ്റി ആയിട്ടൊക്കെ അവർക്ക് ചോദിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ മേ ബി ചിലപ്പം ഈ ക്വസ്റ്റ്യനൊക്കെ ഇടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എന്തൊക്കെ പാർട്സാണ്, അതെങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുന്നത് നല്ലതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് റോഡും അതുപോലെ തന്നെ റെയിൽവേ ഒക്കെ. അപ്പോൾ അതിൽ എംബാക്ക്മെൻറ്റിലും കട്ടിങ്ങിലുള്ള ഡ്രോയിങ്സ് ചോദിക്കാറുണ്ട്. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ഇതുപോലെ എംബാക്ക്മെൻറ്റിലുള്ള ഡ്രോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഫസ്റ്റ് ഇമേജാണ് അത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വരച്ച് പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ. ഈ സെയിം സാധനം കട്ടിങ്ങിലുള്ളതും കൂടെ റോഡിൻ കട്ടിങ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതും അപ്പോൾ എംബാക്ക്മെൻറ്റിലുള്ളതും കട്ടിങ്ങിലുള്ളതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം റോഡിൻ്റെ ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. റോഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് റെയിൽവേയുടെ എംബാക്ക്മെൻറ്റിലുള്ള ഡ്രോയിങ്ങും കട്ടിങ്ങിലുള്ള ഡ്രോയിങ്ങും. അപ്പോൾ ബ്രോഡ് ഗേജ് ട്രാക്കിൻ്റെതാണ് അധികം ചോദിക്കാറുള്ളത്. ഇത് കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ എംബാക്ക്മെൻറ്റിലുള്ള റെയിൽവേയുടെ ഡ്രോയിങ് അതുപോലെ തന്നെ കട്ടിങ്ങിലുള്ള ഡ്രോയിങ്ങും നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. അതുപോലെ തന്നെ ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ഈ ഒരു ഇമേജ് വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്കീമാറ്റിക് ഡയഗ്രാം, അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ സ്കീമാറ്റിക് ഡയഗ്രാം നിങ്ങൾ ജസ്റ്റ് നോക്കിയിരിക്കണം. ഒരു തവണ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതും കൂടെ നോക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് എസ്റ്റിമേഷനാണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള കാഡിൽ വരയ്ക്കാൻ തന്നിട്ടുള്ള പ്ലാനിൽ ഏതെങ്കിലും 1-2 പോർഷൻസിൻ്റെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയും എസ്റ്റിമേഷനിൽ. എസ്റ്റിമേഷൻ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു മൊത്തം ബിൽഡിംഗ് പ്ലാനൊന്നും മൊത്തം ചോദിക്കില്ല. പകരം ഈ ഏതെങ്കിലും 1-2 പോർഷൻസ് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സാണ് മാൻ ഹോൾസും സെപ്റ്റിക് ടാങ്കും. അപ്പോൾ അതിൽ മാൻ ഹോൾസിൻ്റെ ഡ്രോയിങ്ങും സെപ്റ്റിക് ടാങ്കിൻ്റെ ഡ്രോയിങ്ങും നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അത് തന്നെയാണ് ചോദിക്കാറുള്ളത് എപ്പോഴും. ഷാലോ മാൻ ഹോളും അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റിക് ടാങ്കും. ഇപ്പോൾ കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് മാൻ ഹോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള അതേ അളവുകൾ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാൻ ഹോളിൻ്റെ ചിത്രം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് ഷാലോ മാൻ ഹോളിൻ്റെ അതിൻ്റെ പ്ലാൻ വ്യൂ, അതുപോലെ തന്നെ 2 സെക്ഷൻസ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പരീക്ഷയ്ക്ക് വരാറുള്ള പോർഷനും കൂടെയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ സെപ്റ്റിക് ടാങ്കാണ്. അപ്പോൾ സെപ്റ്റിക് ടാങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെപ്റ്റിക് ടാങ്കിൻ്റെ ഡയമെൻഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് അതാദ്യം ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കാറുള്ളത്. അപ്പോൾ ആ ഡിസൈൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കണം കേട്ടോ. പിന്നെ അതെങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ള പ്രൊസീജിയേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ പ്ലാൻ വ്യൂ, അതുപോലെ തന്നെ സെക്ഷൻ 2 സെക്ഷൻസും. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ എടുത്ത സെക്ഷനും മറ്റൊന്ന് ക്രോസ് സെക്ഷനും. അപ്പം ഈ 2 ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഇത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്.